റംപിൾസ്റ്റീൽസ്കിൻ. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു മില്ലർ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ആ മകളെ അച്ഛൻ കണ്ണിലുണ്ണിയായി വളർത്തി. എൻ്റെ മകൾക്ക് റാണിയാകാനുള്ള അഴകുണ്ടെന്ന് അഭിമാനത്തോടെ പറയും. ഒരു നാൾ രാജാവ് അതുവഴി വന്നു. അപ്പോൾ അവൾ നദിക്കരയിലിരുന്ന് തുണി അലക്കുന്നത് കണ്ടു. അവൾ എന്തൊരു സുന്ദരിയാ! രാജാവ് ചിന്തിച്ചു. ഉറക്കെ ചോദിച്ചു, എന്താ കുട്ടിയുടെ പേര്? അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പറയാം, ഇത് എൻ്റെ മോളാ, അത്ഭുതമായ മകൾ. ഇതുപോലെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. രാജ രണ്ടുപേരെയും വളരെ ആശ്ചര്യത്തോടെ നോക്കി. തന്റെ അഴകാന കുതിരയുടെ മേലിരുന്ന് തന്നെ. അതുമാത്രമല്ല, അവളൊരു സുന്ദരിയുമാണ്. രാജാവ് പറഞ്ഞു. മില്ലർക്ക് വളരെ അഭിമാനം തോന്നി. അതെ അതെ, മുഖത്തിനേക്കാളും ഒരു അത്ഭുതമായ കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞു. താങ്കൾ എന്താ പറഞ്ഞു വരുന്നത്? ആശ്ചര്യത്തോട് രാജാവ് ചോദിച്ചു. അതായത് ഇവളക്കൊരു മില്ലർ വളരെ പ്രയാസപ്പെട്ട് ആലോചിച്ചു. രാജാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ എന്തു പറയാം? കണ്ണുകൾ രാജാവിനെ നോക്കി, പിന്നെ തറയിലേക്ക് നോക്കി. അവിടെ കുറച്ച് കോഴികളെ കണ്ടു. ആ കോഴികൾ വൈക്കോലിൽ നിന്ന് നെല്ല് തിന്നുന്നതും കണ്ടു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മോൾ വൈക്കോലിൽ നിന്നും സ്വർണമുണ്ടാക്കും. അഭിമാനത്തോടെ വിജയശ്രീ ലാളിതനായി പറഞ്ഞു. അച്ഛൻ കള്ളം പറയുന്നത് കേട്ട് മകൾ തകർന്നുപോയി. അത്ഭുതമായ പെൺകുട്ടിയുമാണ്. രാജാവ് ചിരിച്ചുകൊണ്ടേ പറഞ്ഞു. നിന്റെ വിരൽ വൈക്കോലിനെ സ്വർണമാക്കുന്നത് സത്യമാണെങ്കിൽ നീ ഇരിക്കേണ്ട സ്ഥലം കൊട്ടാരമാണ്. കുട്ടി എന്നോട് വരൂ, ഞാനൊന്ന് കാണട്ടെ അത് എങ്ങനെയാണെന്ന്. വേറെ വഴിയൊന്നുമില്ലാതെ രാജാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടി വന്നു അവൾക്ക്. അവർ രണ്ടുപേരും രാജകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നയുടനെ വൈക്കോൽ നിറച്ച ഒരു ഇരുട്ടുമുറിയിൽ രാജ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നൂൽ തയ്യാറാക്കുന്ന ഒരു യന്ത്രമുണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, നിനക്ക് നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ സമയമുണ്ട്. അതിനു മുമ്പേ ഈ വൈക്കോലുകളെ മുഴുവനും നീ സ്വർണമാക്കണം. അല്ലാതെ നിന്റെ അച്ഛൻ പറഞ്ഞത് അസത്യമാണെങ്കിൽ നിനക്ക് പ്രാണൻ നഷ്ടപ്പെടും. കതക് വേഗമാകെ അടയ്ക്കുന്ന ശബ്ദം അവൾ കേട്ടു. വളരെ ഭയന്നുപോയി അവൾ കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു ചെറിയ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ കാര്യം? അവൻ ചോദിച്ചു. ഞാൻ രോഗമായിട്ടുണ്ട്. അവൾ കരഞ്ഞു പറഞ്ഞു. രാജ ഈ വൈക്കോൽ മുഴുവനും സ്വർണ്ണമായി മാറ്റാൻ പറഞ്ഞു. രാവിലെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കെന്ത് കിട്ടും ഞാൻ ഈ കാര്യം ചെയ്താൽ? ആ ചെറിയ മനുഷ്യൻ ചോദിച്ചു. എന്റെ കഴുത്തിലുള്ള മാല തരാം എന്നു പറഞ്ഞു. ചെറിയ മനുഷ്യൻ അവളുടെ ലോക്കറ്റ് വാങ്ങി നൂൽ തയ്യാറാക്കുന്ന യന്ത്രത്തിനു മുന്നിലിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ വളരെ അതിശയം പോലെ ആ ഉണങ്ങിയ വൈക്കോലെല്ലാം തങ്കനൂലായി മാറി തിളങ്ങിക്കൊണ്ടേയിരുന്നു. സൂര്യൻ ഉദിച്ച ഉടൻ രാജാവ് വന്ന് പൂട്ടിയിരുന്ന മുറി തുറന്നു. മുറി മുഴുവനും സ്വർണത്തെ കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. പക്ഷേ അവർ ഈ സ്വർണം കൊണ്ട് തൃപ്തനായില്ല. ഇനിയും കൂടുതൽ സ്വർണം വേണമെന്ന് ആഗ്രഹിച്ചു. തന്റെ ഭൂമിയും സ്വത്തുക്കളും സൂക്ഷിക്കുന്ന പടയാളികൾക്ക് ഇത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. മില്ലർ മകളെ ഇനി ഒരു വലിയ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇന്നു രാത്രി തന്നെ ഈ മുറിയിലുള്ള എല്ലാ വൈക്കോലെയും സ്വർണമായി മാറ്റാൻ പറഞ്ഞു. രാത്രിയായപ്പോഴേക്കും അവൾ പിന്നെയും കരയാൻ തുടങ്ങി. അവൾക്കറിയാം ഈ ജോലി നടക്കില്ല എന്ന്. പക്ഷേ പിന്നെയും ആ ചെറിയ മനുഷ്യൻ അവിടെ വന്ന് പറഞ്ഞു. വൈക്കോലുകളെ ഞാൻ സ്വർണമാക്കാം. പകരം എനിക്കെന്ത് കിട്ടും? അരയിലുള്ള ബെൽറ്റ് തരാം. അവൾ പറഞ്ഞു. ചെറിയ മനുഷ്യൻ അവളുടെ ബെൽറ്റ് വാങ്ങിച്ചു. പിന്നെയും ആ ചെറിയ മനുഷ്യൻ യന്ത്രത്തിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാ വൈക്കോലും സ്വർണ്ണനൂലായി മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ വൈക്കോലെല്ലാം തീർന്നുപോയി. രാജാവ് അളവില്ലാതെ സന്തോഷിച്ചു. രാജാവിനറിയാം തൻ്റെ ഖജനാവിൽ ഇനിയും കുറച്ചുകൂടി സ്വർണം വന്നാൽ തൻ്റെ നാട് വളരെ നന്നായി ഭരിക്കാമെന്ന്. അതുകൊണ്ട് രാജാവ് ഒരു വലിയ മുറിയിൽ വൈക്കോൽ നിറച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് മുമ്പേ എല്ലാ വൈക്കോലുകളെയും സ്വർണമാക്കുമെങ്കിൽ രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ സഹധർമ്മിണിയാക്കും. അതിനുശേഷം വൈക്കോലിൻ്റെ അടുത്ത് വരുന്ന ആവശ്യമില്ല.
അവൾ തനിയെ ഇരിക്കുമ്പോൾ ആ ചെറിയ മനുഷ്യൻ മൂന്നാമത് പ്രാവശ്യം വന്നു പറഞ്ഞു, വീണ്ടും വൈക്കോലിനെ സ്വർണമാക്കിയാൽ നീ എനിക്ക് എന്ത് തരും? നിനക്ക് തരാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൾ പറഞ്ഞു. എന്നാലൊരു ഉറപ്പ് തരണം. നീ റാണിയായ ശേഷം നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് തരണം. ചെറിയ മനുഷ്യൻ ചോദിച്ചു. അവൾ ചിന്തിച്ചു, ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം അനുസരിക്കുക തന്നെ. അടുത്ത ദിവസം രാവിലെ രാജാവ് വന്ന് വൈക്കോലിരിക്കുന്ന മുറി മുഴുവനും സ്വർണത്തെ കണ്ട് സന്തോഷിച്ചു. ഓ മില്ലരുടെ മോളെ, ഈ 3 രാത്രി കൊണ്ട് നീ എനിക്ക് കുറേ സ്വർണം നൽകി. എനിക്കിത് 3-4 കൊല്ലം കഷ്ടപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ. നിന്റെ കഴിവിനെ നിന്റെ സൗന്ദര്യത്തോട് മാത്രമേ വിലയിരുത്താൻ കഴിയുള്ളൂ. തനിക്കെന്റെ റാണിയാവാൻ കഴിയുമോ? അവൾക്ക് രാജാവിനെ ഇഷ്ടമുള്ളതിനാൽ ഭാര്യയാകാൻ സമ്മതിച്ചു. അവൾക്ക് സുന്ദരനായ ഒരു ആൺകുഞ്ഞു പറന്നു. ചെറിയ മനുഷ്യനൊക്കെ കൊടുത്ത സത്യത്തെ അവൾ മറന്നുപോയി. ഒരു ദിവസം ആ ചെറിയ മനുഷ്യൻ അവളുടെ മുറിയിൽ വന്നു പറഞ്ഞു. ഇപ്പോൾ വാക്ക് പാലിക്കൂ. റാണി ആശ്ചര്യപ്പെട്ടു പോയി. കുഞ്ഞിനു പകരം എൻ്റെ എല്ലാ സ്വത്തുക്കളും തരാമെന്ന് കേണപേക്ഷിച്ചു. അവൻ സമ്മതിച്ചില്ല, പക്ഷെ പറഞ്ഞു, കുട്ടിയെ ഓർത്ത് നീ വിഷമിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു അവസരം കൂടി നൽകാം. എൻ്റെ പേര് എന്താണെന്ന് കണ്ടെത്താൻ 3 ദിവസം നൽകാം. കണ്ടെത്തിയാൽ ഈ കുട്ടിയെ നിനക്ക് സ്വന്തമാക്കാം. റാണി രാത്രിയിൽ ഉറങ്ങിയതേയില്ല. അവൾക്കറിയാവുന്ന എല്ലാ പേരുകളും ഓർത്തു നോക്കി. അടുത്ത ദിവസം ചെറിയ മനുഷ്യൻ വന്നപ്പോൾ എല്ലാ പേരുകളും പറഞ്ഞു നോക്കി. നിക്കോളസ്, തിമോത്തി, ഹാർവെൽഡ്. അവൾക്കറിയാവുന്ന എല്ലാ പേരുകളും പറഞ്ഞു. ഓരോരോ പേര് പറയുമ്പോഴും അവൻ പറഞ്ഞു, അല്ല, അത് എൻ്റെ പേരല്ല. അടുത്ത ദിവസം കൊട്ടാരത്തിലുള്ള ലൈബ്രറിയിലെ എല്ലാ പുസ്തകവും എടുത്തു നോക്കി. പുതിയ പുതിയ പേരുകൾ മനസ്സിലാക്കി വെച്ചു. അവൾ ചോദിച്ചു, നിന്റെ പേര് നിമ്രഡാണോ, നോവ ആണോ, അല്ല മർമഡുക്കാണോ? പക്ഷേ അവൻ ശാന്തനായി പറഞ്ഞു. അതും എൻ്റെ പേരായില്ല. 3-ാം ദിവസം ദൂതന്മാരെ നാട് മുഴുവൻ അയച്ചു, അവരുടെ കുട്ടികൾക്ക് എന്തെല്ലാം പുതിയ പുതിയ പേരുകൾ വെച്ചിട്ടുണ്ട് എന്നറിയാൻ. ഒടുവിൽ ഒരു ദൂതൻ വന്ന് റാണിയോട് പറഞ്ഞു, മകറാണി, എന്നെ കൊണ്ട് ഒരു പുതിയ പേര് കണ്ടെത്താനായില്ല. പക്ഷേ കുന്നിൻ്റെ മുകളിൽ കുറുക്കന് മുയലും ശുഭരാത്രി അറിയുന്ന സ്ഥലത്തിൽ ഒരു ചെറിയ മനുഷ്യൻ അഗ്നിയെ വരവെച്ച് ആടിപ്പാടി നടക്കുന്നുണ്ട്. ഇന്നല്ലോ അവസാന ദിവസം. റാണിക്ക് അറിയില്ല എൻ്റെ പേര്. രംപിൾസ്റ്റൽസ്കിൻ എൻ്റെ പേര്. രംപിൾസ്റ്റൽസ്കിൻ എൻ്റെ പേര്. ആ പുതിയ പേര് കേട്ടയുടൻ റാണിക്ക് അതീവ സന്തോഷമായി. ആ രാത്രിയിൽ ചെറിയ മനുഷ്യൻ വന്നപ്പോൾ അവനോട് ചോദിച്ചു, നിന്റെ പേര് റോജറാണോ? അല്ല. നിന്റെ പേര് റാബർട്ടാണോ? അല്ല അല്ല അല്ല. അല്ലെങ്കിൽ നിന്റെ പേര് റംപിൾസ്റ്റൽസ്കിൻ? അയ്യോ, പറഞ്ഞുപോയി. അലറി വിളിച്ചു. തറയിൽ എടുത്തെടുത്തു ചാടി. ദേഹം 2 പിളർന്നു.